ഹലോ സുഹൃത്ത്, നമസ്കാരം. ഇന്ന് ഓഗസ്റ്റ് 19, ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജേഡിസ് കറണ്ട് അഫേഴ്സ്. ഓരോ കോമ്പറ്റീഷനിലും കറണ്ട് അഫേഴ്സിന് പ്രാധാന്യമുണ്ട്. നമ്മൾ അതുകൊണ്ട് എന്നും സമയം കണ്ടെത്തിക്കൊണ്ട് കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കൂ. നമുക്ക് ഏതൊരു പരീക്ഷയിലും നന്നായിട്ട് ശോഭിക്കാൻ സാധിക്കും. ജേഡിസ് കറണ്ട് അഫേഴ്സിൻ്റെ ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ കോടതി ആരംഭിച്ച സംസ്ഥാനം കേരളം. കേരളമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ കോർട്ട് ആരംഭിച്ചിട്ടുള്ളത്. ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 16 കേരളത്തിൽ ആദ്യമായിട്ട് ദ ഫസ്റ്റ് ഡിജിറ്റൽ കോർട്ട് ആരംഭിച്ചു. 24/7 ഓൺ കോർട്ട് എന്ന പേരിൽ ആരംഭിച്ചിട്ടുള്ള ഈ ഒരു കോർട്ട് എല്ലാ കേസുകളും ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് ഓൺലൈൻ വഴിയായിരിക്കുള്ളൂ. ഒരു പെറ്റീഷൻ മുതൽ അതിൻ്റെ അവസാനത്തെ ജഡ്ജ്മെന്റ് ഇവയെല്ലാം തന്നെ ഓൺലൈൻ വഴിയായിരിക്കുള്ളൂ ഈ പുതിയ 24/7 ഓൺ കോർട്ട് നടത്താൻ പോകുന്നത്. 2024 സെപ്റ്റംബർ മുതൽ കേസുകൾ ഏറ്റെടുക്കും. തുടക്കത്തിൽ തന്നെ എടുക്കാൻ പോകുന്ന കേസുകൾ ചെക്കുമായി ബന്ധപ്പെട്ട കേസുകളായിരിക്കുള്ളൂ. പാരീസ് 2024 പാരാലിമ്പിക്സിൽ ഇന്ത്യയിൽ നിന്ന് എത്ര കായിക താരങ്ങൾ പങ്കെടുക്കും? 84 കായിക താരങ്ങൾ. ഈ വരുന്ന ഓഗസ്റ്റ് 28 മുതൽ സെപ്റ്റംബർ 8 വരെയാണ് പാരീസ് 2024 പാരാലിമ്പിക്സ്. ഓരോ ഒളിമ്പിക്സ് കഴിയുന്തോറും തൊട്ടുപുറകെ വരുന്ന ഒന്നാണ് പാരാലിമ്പിക്സ്. കഴിഞ്ഞ പാരാലിമ്പിക്സ് ടോക്കിയോയിൽ വെച്ചായിരുന്നു. ടോക്കിയോ ഒളിമ്പിക്സിന് ശേഷമായിരുന്നു പാരാലിമ്പിക്സ് അതേ വേദിയിൽ തന്നെ. അതേപോലെ തന്നെ ഇപ്രാവശ്യവും പാരീസിൽ നടക്കാൻ പോകുന്ന പാരാലിമ്പിക്സ് ഓഗസ്റ്റ് 28 ആരംഭിക്കുകയാണ്. ഇന്ത്യയിൽ നിന്ന് 84 കായിക താരങ്ങൾ ആണ് പങ്കെടുക്കുന്നത്. ഈ പ്രാവശ്യത്തെ എണ്ണം എന്ന് പറയുമ്പോൾ ആദ്യമായിട്ടാണ് ഇത്രയും അത്ലറ്റ്സിനെ ഇന്ത്യ അയക്കുന്നത്. 2020 14 വനിതകൾ ഉൾപ്പെടെ 54 അത്ലറ്റ്സ് ആണ് ഇന്ത്യയിൽ നിന്ന് പാരാലിമ്പിക്സിന് പങ്കെടുത്തിട്ടുള്ളത്. ഈ പ്രാവശ്യം ഇത് 84 കായിക താരങ്ങളാണ്. ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട് ഫ്ലാഗ് വഹിക്കുന്ന കായിക താരങ്ങളാണ് സുമിത് അന്തിലും ഭാഗ്യശ്രീ ജാദവും. 15,000 അടി ഉയരത്തിൽ വിജയകരമായി പരീക്ഷിച്ച ആരോഗ്യ മൈത്രി ഹെൽത്ത് ക്യൂബ് ഏത് പദ്ധതിയുടെ കീഴിലാണ് വരുന്നത്? BHISHM. ഇന്ത്യൻ എയർഫോഴ്സും ഇന്ത്യൻ ആർമിയും സംയുക്തമായിട്ട് 15,000 അടി അടുത്ത ഉയരത്തിലുള്ള ഒരു പ്രദേശത്ത് നിന്ന് ആരോഗ്യ മൈത്രി ഹെൽത്ത് ക്യൂബിന്റെ ഒരു പാരാഡ്രോപ്പ് ഓപ്പറേഷൻ നടത്തി. ആരോഗ്യ മൈത്രി ഹെൽത്ത് ക്യൂബ്, ഈ ക്യൂബിന്റെ ഒരു പാരാഡ്രോപ്പ് ഓപ്പറേഷൻ ആണ് വിജയകരമായിട്ട് ഇന്ത്യൻ എയർഫോഴ്സും ഇന്ത്യൻ ആർമിയും ആദ്യമായിട്ട് 15,000 അടി ഉയരത്തിൽ നിന്ന് പരീക്ഷിച്ചിട്ടുള്ളത്. അതായത് അതിർത്തികളിൽ അല്ലെങ്കിൽ യുദ്ധഭൂമിയിൽ കൃത്യമായിട്ട് മെഡിക്കൽ ഫെസിലിറ്റീസ് ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു ആരോഗ്യ മൈത്രി ഹെൽത്ത് ക്യൂബുകൾ ആരംഭിച്ചിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെന്റ് നൽകാൻ സാധിക്കുന്ന രീതിയിലുള്ള ഹെൽത്ത് ക്യൂബ് ആണ് ഇപ്പോൾ ആരോഗ്യ മൈത്രി ഹെൽത്ത് ക്യൂബ്. ഭാരത് ഹെൽത്ത് ഇനിഷ്യേറ്റീവ് ഫോർ സഹയോഗ് ഹിത ആൻഡ് മൈത്രി എന്ന പ്രൊജക്ടിന് കീഴിൽ ആണ് ഇത്തരത്തിലുള്ള ആരോഗ്യ മൈത്രി ഹെൽത്ത് ക്യൂബ് എന്ന ഈ ഒരു പുതിയ പ്രൊജക്ട് ആരംഭിച്ചിട്ടുള്ളത്. ഇതിന്റെ പരീക്ഷണം നടത്തിയിട്ടുള്ളത് ആഗ്രയിലാണ് ആദ്യമായിട്ട്. എന്നാൽ ഇപ്പോൾ ഏറ്റവും ഉയരത്തിൽ നിന്ന്, അതായത് 15,000 അടി ഉയരത്തിൽ നിന്ന് ഇപ്പോൾ ഈ ഒരു ഹെൽത്ത് ക്യൂബ് കൃത്യമായിട്ട് ആർമിയുടെ പാരാ ബ്രിഗേഡ് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇത് താഴേക്ക് എത്തിച്ചു. ഈ ഒരു ഓപ്പറേഷന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള വിമാനമാണ് ഇന്ത്യൻ എയർഫോഴ്സിന്റെ C-130J സൂപ്പർ ഹെർക്കുലിസ്. 2024 ഓഗസ്റ്റ് 18 ഡ്യൂട്ടിയിലിരിക്കെ അന്തരിച്ച ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഡയറക്ടർ ജനറലിന്റെ പേര് രാകേഷ് പാൽ. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് വന്നിട്ടുള്ള ഏറ്റവും വലിയൊരു നഷ്ടമായിരുന്നു ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഡയറക്ടർ ജനറൽ, അതായത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഏറ്റവും ടോപ്പ് ലെവലിൽ പദവി അലങ്കരിച്ചിരുന്ന രാകേഷ് പാൽ ഹൃദയാഘാതം മൂലം അന്തരിച്ചത്. അദ്ദേഹം ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ചെന്നൈയിൽ ഒരുക്കങ്ങളുടെ ഇടയിൽ വെച്ചാണ് അദ്ദേഹത്തിന് ഹൃദയാഘാതം വന്നിട്ടുള്ളതും അദ്ദേഹം വൈകുന്നേരമായപ്പോഴേക്കും അന്തരിച്ചു. ഇന്ത്യൻ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗിന്റെ വിസിറ്റ് ആയി ബന്ധപ്പെട്ട് ആ ഒരുക്കങ്ങൾക്കിടയിലാണ് അദ്ദേഹത്തിന് ഹൃദയാഘാതം വന്നിട്ടുള്ളതും. 1989 ജനുവരിയിലാണ് അദ്ദേഹം ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ ചേർന്നിട്ടുള്ളത്. 2023 ജൂലൈ മുതൽ അദ്ദേഹം കോസ്റ്റ് ഗാർഡിന്റെ ഡയറക്ടർ ജനറൽ ആണ്. നിലവിൽ 25ാമത്തെ ഡയറക്ടർ ജനറൽ ആയിരുന്നു രാകേഷ് പാൽ. 2024 ഓഗസ്റ്റ് 18 പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഏത് മുൻ തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ ശതാബ്ദി സ്മരണിക നാണയം പുറത്തിറക്കി? M കരുണാനിധി. മുൻ തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ടുള്ള M കരുണാനിധി അദ്ദേഹത്തിന്റെ ശതാബ്ദിയെ അനുസ്മരിക്കുന്ന 100 രൂപ നാണയം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് 2024 ഓഗസ്റ്റ് 18 ചെന്നൈയിലുള്ള കലൈവാണർ അരീനയിൽ വെച്ച് പ്രകാശനം ചെയ്തു. ഈ ചടങ്ങിൽ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ നാണയം ഏറ്റുവാങ്ങി. തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയാണ് MK സ്റ്റാലിൻ. കരുണാനിധി സ്മാരക നാണയം ഇത് പുറത്തിറക്കുന്നതിന് വേണ്ടി
തമിഴ്നാടിന്റെ ചീഫ് സെക്രട്ടറി ശിവദാസ് മീണ 2023 ജൂലൈ 23 കേന്ദ്ര സർക്കാരിന് കത്തെഴുതിയിരുന്നു. ഇത് പ്രകാരം ഈ നാണയങ്ങൾ പുറത്തിറക്കാനുള്ള അനുമതി കേന്ദ്രമന്ത്രി ശ്രീ നിർമ്മല സീതാരാമൻ ഒപ്പുവെച്ചു. ഈ കഴിഞ്ഞ ദിവസത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമായിരുന്നു, 2024 ഓഗസ്റ്റ് 14 രാജി പ്രഖ്യാപിച്ച ഏത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് ഫുമിയോ കിഷിദ? ജപ്പാന്റെ ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ ആണ് ഫുമിയോ കിഷിദ. വരാൻ പോകുന്ന ഇലക്ഷൻ സെപ്റ്റംബറിലാണ്. ആ സെപ്റ്റംബറിലെ ഇലക്ഷനിൽ അദ്ദേഹം ഇനി മത്സരിക്കില്ല എന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇപ്പൊ ജപ്പാന്റെ പ്രൈം മിനിസ്റ്റർ ആണ് ഫുമിയോ കിഷിദ. ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഈ ഒരു ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ കോടതി ആരംഭിച്ച സംസ്ഥാനം കേരളം. പാരീസ് 2024 പാരാലിമ്പിക്സിൽ ഇന്ത്യയിൽ നിന്ന് എത്ര കായിക താരങ്ങൾ പങ്കെടുക്കും? 84 കായിക താരങ്ങൾ. 15,000 അടി ഉയരത്തിൽ വിജയകരമായി പരീക്ഷിച്ച ആരോഗ്യ മൈത്രി ഹെൽത്ത് ക്യൂബ് ഏത് പദ്ധതിയുടെ കീഴിലാണ് വരുന്നത്? പദ്ധതി BHISHM. 2024 ഓഗസ്റ്റ് 18 ഡ്യൂട്ടിയിലിരിക്കെ അന്തരിച്ച ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഡയറക്ടർ ജനറലിന്റെ പേര് രാകേഷ് പാൽ. 2024 ഓഗസ്റ്റ് 18 പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഏത് മുൻ തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ ശതാബ്ദി സ്മരണിക നാണയം പുറത്തിറക്കി? M കരുണാനിധി. ഇന്ത്യൻ പുരുഷ ടീമിന്റെ ബൗളിംഗ് കോച്ചായി നിയമിതനായ മോണി മോർക്കൽ ഏത് രാജ്യക്കാരനാണ്? 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ ആണ് ജേഡിസ് കറണ്ട് അഫയേഴ്സ് ഓരോ ദിവസവും നൽകാൻ ശ്രമിക്കുന്നത്. ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.